ഹായ്, കുഞ്ഞോനാണേ. അപ്പോൾ ഇന്ന് രാത്രി ഭക്ഷണം വല്യമ്മൻ്റെ അടുത്തു നിന്നാണ്. എൻ്റെ വൈഫ് വല്യമ്മനെ വടിയും പിടിച്ച് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ബിരിയാണിയാണ് ഇന്ന് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയത്. ബിരിയാണി ദമ്മിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് ദമ്മ് പൊട്ടിക്കണം. ഇനി പിള്ളേരൊക്കെ നല്ല ആകാംക്ഷയിൽ നിൽക്കുകയാണ്. പാപ്പൻ്റെ പെങ്ങളെ മോളും അങ്ങോട്ട് എത്തിയിട്ടുണ്ട്, അവളെ പിള്ളേരും ഉണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ലൈറ്റായിട്ട് ഇപ്പോൾ അങ്ങോട്ട് എത്തിയിട്ടേ ഉള്ളൂ. ഞാൻ വയനാട് വരെ ഒന്ന് പോകായിരുന്നു. വയനാട് പോയി ഇപ്പോൾ അങ്ങോട്ട് എത്തിയിട്ടേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇവർ ഇന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ദമ്മ് പൊട്ടിക്കാൻ വേണ്ടിയിട്ട്. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളിങ്ങനെ ഒത്തുകൂടാറുണ്ട് വല്യമ്മൻ്റെ അടുത്ത്. മാസത്തിലോ 15 ദിവസം കൂടുമ്പോൾ ഒക്കെ ഞങ്ങളിങ്ങനെ ഒത്തുകൂടാറുണ്ട്. അപ്പോൾ നല്ല രസമാണ്. പിള്ളേരൊക്കെ ആയിട്ട് കളിച്ചും ചിറിച്ചും കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്ത് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ പിരിയാറുള്ളത്. അപ്പോൾ ഗായ്സ് ഇപ്പോൾ വല്യമ്മൻ്റെ അടുത്തു നിന്നാണ് ഇന്ന് ഭക്ഷണമൊക്കെ അവിടെ നിന്നാണ് രാത്രി. അപ്പോൾ നല്ല ബിരിയാണിയൊക്കെ ഉണ്ടാക്കിക്കിന്. അപ്പോൾ ബിരിയാണി എങ്ങനെ ഉണ്ടെന്നൊക്കെ നോക്കണം. അപ്പോൾ അതിൽ ടേബിളൊക്കെ പിടിച്ചും കണ്ട് ഡൈനിങ് ഹാളിലൊക്കെ കൊണ്ടുപോയിട്ടാണ്. അപ്പോൾ ടേബിളൊക്കെ അവിടെ ഡൈനിങ് ഹാളിൽ കൊണ്ടിട്ടിക്കുന്നത്. ഇപ്പോൾ പിള്ളേരൊക്കെ നല്ല ആകാംക്ഷയിൽ ബിരിയാണി ദമ്മ് പൊട്ടിക്കാണ്ട്. അപ്പോൾ അതിൻ്റെ ഉഷാറായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഭക്ഷണം ഇപ്പോൾ റെഡിയാക്കും വിളമ്പെന്നുള്ള പ്രതീക്ഷയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഒരുത്തൻ നേരത്തെ പോയി കാണാൻ അതിൻ്റെ അടുത്ത് പോയി നിൽക്കുന്നുണ്ട്. ദമ്മ് പൊട്ടിച്ചില്ല അതിന് മുന്നേ തന്നെ. എടാ മുത്തു അങ്ങോട്ട് പോരി, അത് പൊട്ടിച്ചിട്ട് കൊണ്ടക്കൂടെ നിങ്ങളിലേക്ക്. അപ്പോൾ ഗായ്സ് ഗമ്മല്ല കേട്ടോ, ഗമ്മ നമ്മളെ ടൈൽസിന് ഇടുന്നതാണ്. അപ്പോൾ ദമ്മ് ബിരിയാണി ദമ്മിട്ടത് ഇവിടെ പൊട്ടിക്കുകയാണ്. ഇവിടെ നാത്തോനും ഉണ്ട്. ദമ്മ് പൊട്ടിച്ച് ആഹാ ബിരിയാണി. ആരാ ബിരിയാണി ഉണ്ടാക്കിയത്? കുഞ്ഞോളിയെ ഇങ്ങനെ ഉണ്ടാക്കിയത്? അവൾ കൂടിയില്ല, നോക്കിന്നോ? നാത്തൂന്റെ ബിരിയാണി നോക്കല്ലേ എങ്ങനെ ഉണ്ട്? നാത്തൂമാരുണ്ടാക്കി പ്രത്യേക ടേസ്റ്റാ. എന്നിട്ട് അങ്ങനെ അതിന് ഒന്നും മുറിച്ചിടാനും കൂടിയില്ല. വല്ലാതെ സാധനം അല്ലേ? അപ്പൊ സെറ്റാക്കി ഒക്കെ അതിലൊക്കെ റെഡിയാക്കി വിളമ്പിയിട്ടാണ്. അതിൽ പീസൊക്കെ അടിയിലുണ്ടോ? ചിക്കനൊക്കെ അടിയിലുണ്ടോ? തട്ടാലും കൂട്ടാലും ബിരിയാണി ആച്ചാരി. അടിപൊളി പാട്ട്, അടിപൊളി പാട്ട്. തിന്ന് കഴിയുമ്പോ അറിയാ ടേസ്റ്റ് ഉണ്ടോ അല്ലേന്നൊക്കെ. ഇവിടെ മൂലക്കുള്ള ഒരാളുണ്ട്, ബൈ ബായ് എന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ട്. അവളെ പല്ലൊക്കെ ഒന്ന് കാട്ടി, പുയ്പല്ലാണോ നോക്കട്ടെ. ആഹാ അടിപൊളി. ഗായ്സ് പ്ലേറ്റൊക്കെ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. വല്യമ്മ ഇവിടെ മൂലക്കലുണ്ട്. വല്ല ജഗബോഗ കണ്ടിട്ട് വല്യമ്മ എന്താ ചെയ്യേണ്ടത് ഏട്ടാ പോണിയത് ഒരു ഐഡിയ കിട്ടില്ല. 4 വാതൊക്കെ നോക്കുന്നുണ്ട്. അമ്മ എന്താ സ്ഥിതി? നിങ്ങൾക്ക് ബിരിയാൻ പറ്റൂല? ഇതിലൊക്കെ നോക്കിട്ട് പറയ്. ബിരിയാൻ പറ്റൂല നിങ്ങക്ക്?
അപ്പോൾ ഗൈസ് നമ്മളെ ബിരിയാണി ദമ്മൊക്കെ പൊട്ടിച്ച് ഇതാ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നല്ല ചിക്കന് മസാല ചിക്കനുണ്ട്, അതേമാതിരി ഇതാ ബൾബി കൊടുക്കുന്നുണ്ട്. പിള്ളേരൊക്കെ അവിടെ സജീവമായിട്ടുണ്ട്. ഉമ്മ എന്താ ഒരു മൂലക്കൽ ഉമ്മ ഇരിക്കുന്നുണ്ട്, വല്യമ്മ. ആവേ ബൾബിക്കോ? അപ്പോൾ ഗൈസ് ഞാൻ ഭക്ഷണം കഴിച്ചാട്ടെ. എല്ലാവരും കുത്തിരുന്ന് ഇന്നെ കാത്തു നിന്നാണ്ട് നേരം വൈകിയതാണ്. ഇനി ഇതാ നോക്കണ്ട, ഭക്ഷണം കഴിക്കട്ടെ. അപ്പോൾ ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ ഗൈസ് നമ്മളെ ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല സൂപ്പർ ബിരിയാണി ആയിരുന്നു. ഒരു രക്ഷയില്ല, അടിച്ചമ്പളി ബിരിയാണി ആയിരുന്നു. അപ്പോൾ നമ്മൾ ഭക്ഷണങ്ങളൊക്കെ പരിപാടിയൊക്കെ കഴിഞ്ഞ് വലിയ മത ഇവിടെ നിൽക്കുന്നുണ്ട് കുത്തന. പിന്നെ പെങ്ങളെ മക്കളൊക്കെ അവിടെ അങ്ങനെ സൈഡ് അയക്കുന്നത്, ഭക്ഷണം കഴിച്ച് സൈഡ് അയക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്, കമൻ്റ് അടിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരെ ടാറ്റാ.